നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആണ്. പ്രിമിറ്റീവ് മെഡിസിൻസ് ഏതൊക്കെയാണ് പ്രിമിറ്റീവ് മെഡിസിൻസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ആയുർവേദിക് systems of medicine, Siddha systems of medicine, Unani systems of medicine and Chinese systems of medicine. ഇവയൊക്കെയാണ് പ്രിമിറ്റീവ് മെഡിസിൻസ് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് നമ്മൾ ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്തുവാണെന്ന് നോക്കാം. ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഫൗണ്ടിങ് ഫാദർ ഹോമിയോപ്പതി ഈസ് സാമുവൽ ഹാനിമാൻ. ജർമ്മനിയിലെ ഡോക്ടറായ സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫാദർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ 3 പ്രിൻസിപ്പിൾ ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ സിമിലിയ സിമിലിബസ് ക്യൂരിയന്റർ. ഇറ്റ് മീൻസ് ലൈക്ക് ക്യൂർ ആൻഡ് ലൈക്ക്. The homeopathy system of pharmacodynamic based on treatment of disease by use of small amount of a drug that in healthy person produce symptoms similar to those of the disease being treated. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഹോമിയോ സിസ്റ്റത്തിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡ്രഗ്, ഒരു ഹെൽത്തി പേഴ്സണിൽ ഒരു ഡ്രഗ് കൊടുക്കുവാണെങ്കിൽ ഉണ്ടാവുന്ന സിംറ്റംസ് അല്ലെങ്കിൽ കാണിക്കുന്ന സിംറ്റംസ് അതേ സിംറ്റംസ് ഉള്ള ഡിസീസ്ഡ് പേഴ്സണിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിംറ്റംസ് ക്യൂർ ആവും എന്നാണ്. ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് ഹ്യൂമൻ ഡ്രഗ് പത്തോജനിസിറ്റി സ്റ്റഡി. ഇതിനെ ഹ്യൂമൻ ഡ്രഗ് പത്തോജനിസിറ്റി സ്റ്റഡി എന്നും അറിയപ്പെടുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഡ്രഗ് ഹെൽത്തി ആയ ഒരു പേഴ്സണ് നമ്മൾ ഡിസീസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഫീവർ ഉള്ള പേഷ്യൻസിന് ആ ഡ്രഗ്സ് കൊടുക്കുവാണെങ്കിൽ ഫീവറിന്റെ സിംറ്റംസ് ക്യൂർ ആകുന്നു. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ സിമിലിയ സിമിലിബസ് ക്യൂരിയന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് സിംഗിൾ മെഡിസിൻ അറ്റ് ദ ടൈം ഓഫ് ട്രീറ്റ്മെന്റ്. ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് സമയത്ത് ഒരു സിംഗിൾ മെഡിസിൻ മാത്രം കൊടുക്കുക. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എന്തിനാണ്? ഒരു സിംഗിൾ മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ ആ മെഡിസിന്റെ എഫക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ എങ്ങനെയാ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സിംഗിൾ മെഡിസിൻ അറ്റ് എ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് തേർഡ് പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത് മിനിമം ഡോസ് ടു ബി യൂസ്ഡ്. ഒരു ഡിസീസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് മിനിമം ഡോസ് ഓഫ് ഡ്രഗ് മാത്രം ആവശ്യമുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ അത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. അതാണ് തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഏതൊക്കെയാണ്? ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദർ എന്നറിയപ്പെടുന്നത് സാമുവൽ ഹാനിമാൻ ആണ്. ഇതിന് മെയിൻ ആയിട്ട് 3 പ്രിൻസിപ്പിൾ ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ സിമിലിയ സിമിലിബസ് ക്യൂരിയന്റർ അഥവാ ലൈക്ക് ക്യൂർ ലൈക്ക്. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് സിംഗിൾ മെഡിസിൻ അറ്റ് എ ടൈം ഓഫ് ട്രീറ്റ്മെന്റ്. ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു സമയത്ത് ഒരു ഡ്രഗ് മാത്രം കൊടുക്കുക. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് തേർഡ് പ്രിൻസിപ്പിൾ മിനിമം ഡോസ് ടു ബി യൂസ്ഡ്. ഏറ്റവും ലോ ഡോസ് മാത്രം യൂസ് ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.